ആഘോഷവേളകളിൽ ഒരു തമാശയ്ക്ക് വേണ്ടി സിംഹങ്ങളുടെ മുൻപിലേക്ക് ക്രിസ്ത്യാനികളെ ഇട്ടുകളഞ്ഞിട്ടുണ്ട്. ഘോര മൃഗങ്ങൾ കടിച്ചു ചീന്തുമ്പോഴും അവർ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു. ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. യേശുവിനെ തള്ളിപ്പറയുകയാണ് എങ്കിൽ അഴിച്ചുവിടാമെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. പെറ്റ തള്ളയുടെ മുൻപിൽ വെച്ച് കുഞ്ഞുങ്ങളെ ഓരോന്നോരോന്നായി അറുത്തു കൊന്നിട്ട് ഈ വിശ്വാസം ത്യജിക്കുകയാണെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന ചോര കുഞ്ഞിനെങ്കിലും നിനക്ക് തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വലുത് വിശ്വാസമാണെന്ന് പറഞ്ഞ മാതാക്കന്മാർ ഈ കൂട്ടത്തിലുണ്ട്. ഇത്രയേറെ പീഡനം സഹിച്ചിട്ടും എന്തുകൊണ്ട് ഈ ദൈവരാജ്യം, ക്രിസ്തുവിന്റെ സുവിശേഷം നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ചെറിയ വിത്താണെങ്കിലും വിതച്ചത് സ്വർഗത്തിന്റെ കയ്യ, ദൈവത്തിന്റെ കയ്യ. വിതച്ചത് ക്രിസ്തുവ. അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഗ്രഹാം സ്റ്റൈൽസിനെ പോലെയുള്ളവർ വാഹനത്തിനകത്ത് ചുട്ടുകൊന്നപ്പോഴും തന്റെ ഭാര്യ ഈ നമ്മുടെ സ്വന്തം രാജ്യമായ ഭാരതത്തിൽ ഇന്നും ഈ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കാൻ കാരണം ഈ ദൈവരാജ്യത്തിന്റെ മർമ്മം അത് വെളിപ്പെടുത്തത് യേശുവ. ഈ വിത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞത് ദൈവത്തിന്റെ കരമാ. വെറും 12 പേരിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ലോക ജനസംഖ്യയിൽ ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന മാർഗമായി തീരുവാൻ കാരണം എന്താണെന്നറിയാമോ? ഇതൊരു ചെറിയ കടുകുമണിയായി ഭൂമുഖത്തേക്ക് വീഴപ്പെട്ടതാണെങ്കിലും ഇതിന്റെ സ്ഥാപകൻ യേശുവ. അവൻ ഭൗമികമായ ഒരു മതം സ്ഥാപിച്ചില്ല. പക്ഷെ അവൻ ഇങ്ങനെ പറഞ്ഞു, I will build my church and the gates of Hades will not overpower it. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എത്ര വലിയ പീഡ ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരായി അഴിച്ചുവിട്ടെങ്കിലും അതിന്നും നിലനിൽക്കാൻ കാരണം ഈ സഭയെ പണിയുന്നത് ക്രിസ്തുവാ. അവൻ മരിച്ച 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാ. അവൻ ഇന്നും പണിതുകൊണ്ടിരിക്കുന്നു. അവൻ ഇന്നും ഈ കടുകുമണിയുടെ ചെടിയെ ഒരു മഹാവൃക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വൃക്ഷത്തിലെ ഒരു ശിഖരമായി തീരുവാൻ, ഈ വൃക്ഷത്തിൽ കൂടുകെട്ടുന്ന ഒരു കിളിയായി തീരുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? യേശുവിന്റെ രാജ്യം ഐഹികമല്ല. ഒരുവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് യേശു എന്ന് അവൻ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ, യേശുവേ നീ കർത്താവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരുവൻ വായ്കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവൻ ഈ വൃക്ഷത്തിലെ ഒരു ശിഖരമായി മാറിക്കഴിഞ്ഞു. പുറമെ ആർക്കും മനസ്സിലാകത്തില്ലായിരിക്കാം, പക്ഷേ അകമേ യേശുവിനെ ഏറ്റുകൊള്ളുമ്പോൾ തന്നെ അവനൊരു ശിഖരമായി മാറിക്കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ ദൈവരാജ്യത്തിന്റെ സ്വസ്ഥത അനുഭവിക്കുവാൻ, സമാധാനം അനുഭവിക്കുവാൻ, ദൈവകൃപ അനുഭവിക്കുവാൻ യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാനസാന്തരപ്പെടുക, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു താങ്കളുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. യേശുവിന് വേണ്ടി ഹൃദയം തുറക്കാമോ? യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാമോ? യേശു താങ്കളെ സ്നേഹിക്കുന്നു. അവൻ താങ്കളുടെ അടുക്കലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതുജീവിതം നൽകുവാൻ, പുതിയ പ്രത്യാശ നൽകുവാൻ, തകർന്ന ജീവിത സാഹചര്യങ്ങൾക്ക് രൂപാന്തരം നൽകുവാൻ അവനിതാ താങ്കളെ മാടി വിളിക്കുന്നു. കടന്നുവാ,
കടന്നുവാ, യേശുവിങ്കിലേക്ക് കടന്നുവാ. യേശു നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന്, തലമുറകളായി കൈമാറി വരുന്ന ശാപബന്ധനങ്ങളിൽ നിന്ന് ഈ പ്രഭാതത്തിൽ യേശു താങ്കൾക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ യേശുവിന് വേണ്ടി സമർപ്പിക്കുമോ? അവൻ നിങ്ങളെ മാടി വിളിക്കുന്നു. അവൻ നിങ്ങളുടെ അരികിലേക്ക് അടുത്തു വരുന്നു. സ്വാതന്ത്ര്യം തരുവാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രമാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതേ സ്നേഹിത, താങ്കളെ സ്വതന്ത്രമാക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പാപത്തിൽ നിന്ന്, മ്ലേച്ഛമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് യേശുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കപ്പെടുന്നുവോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ കണ്ണുകൾ ദൈവസന്നിധാനത്തിൽ അടയ്ക്കൂ. ദൈവത്തെങ്കിലേക്ക് ഏകാഗ്രമാകൂ. നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി 3 ആണികളിൽ മേൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന യേശുവിനെ ഒന്ന് കാണൂ. യേശുവേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരന് വേണ്ടി, ഈ പ്രിയ സഹോദരിക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഏഴയായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് പ്രജയായി തീരുവാൻ ഒരു ചെറിയ വിത്തായി ഈ ഭൂമുഖത്ത് വീഴപ്പെട്ടിട്ട് ഇന്ന് അനേക പക്ഷികൾ കൂടുവയ്ക്കത്തക്ക മഹാവൃക്ഷമായി തീർന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അംഗമായി തീരുവാൻ ഈ നിന്റെ മകനെ സഹായിക്കണമേ. തൻ്റെ കെട്ടുകളെ നീ അഴിക്കണമേ. തൻ്റെ ബന്ധനങ്ങളെ നീ പൊട്ടിക്കണമേ. അവിടുന്ന് അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്നേഹിത, താങ്കളെ നിരാശ ഭരിക്കുന്നുവോ? തകർന്നൊരു ഹൃദയത്തിനുടമയാണോ? പാരമ്പര്യമായി ശാപബന്ധനങ്ങൾ താങ്കളുടെ കുടുംബത്തെ ചുറ്റി വലഞ്ഞിരിക്കുന്നുവോ? യേശു നിങ്ങളെ സ്വതന്ത്രമാക്കും. ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വിളിക്കുക. നിങ്ങളുടെ കോളിന് വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ വെയിറ്റ് ചെയ്യുന്നു. എത്ര തകർക്കപ്പെട്ട ജീവിതത്തിനുടമയാണ് താങ്കളെങ്കിലും, ആത്മഹത്യ മാത്രം മുൻപിൽ നിങ്ങൾ കാണുന്ന വ്യക്തിയാണെങ്കിലും, യേശു നിങ്ങളെ സ്വതന്ത്രമാക്കി അനേകർക്കൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ ഈ പ്രഭാതം അവൻ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിളിക്കുക. ഞങ്ങൾ നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 049852120446. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം. 049852120446. സർവശക്തൻ ഐശ്വര്യമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. വരുന്നുണ്ട്, വരുന്നുണ്ട്, എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. 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 ലഭിച്ചതുപോലൻ സൗഖ്യം വരുന്നുണ്ട്. കുരുടനു കാഴ്ച ലഭിച്ചതുപോലൻ സൗഖ്യം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോലെ